ഓട് സ്പീഡിൽ ഓട്. ഒന്ന് പോടി. എനിക്ക് വയ്യ. ഇനി കുറച്ചേരം നിക്കാടി. എടി ഇങ്ങനെ നിന്ന് വീട്ടിൽ പോണ്ടേ, വീടെത്തണ്ടേ? ഇനിയിപ്പോ നടന്നാലും വീടെത്തത്തില്ല, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ഇത് കഷ്ടമാണല്ലേ. എന്റെ കൂടെ ഓടാൻ വന്ന ആ അവന്തി ഒഴിച്ചോണ്ടല്ലോ, ബാക്കി എല്ലാം ഇത് തന്നെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അയ്യോ അമ്മ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവന്തി ഇതുവരെയായിട്ട് തളർന്നിട്ടില്ലേ? അതിന് അവൾ ഓടാൻ വന്നിട്ടുണ്ട് തളരാൻ. എടി പറഞ്ഞ പോലെ അവൾ എവിടെ? അവൾ എന്നാ വരിക? അവള് ഒരു 4 ദിവസമൊക്കെ കഴിയും വരാനായിട്ട്. ഇനി വീണ്ടും വല്ല കല്യാണാലോചന? കല്യാണം അവൾക്ക് എന്തോ അമ്പലത്തിൽ എന്തോ പ്രാർത്ഥന അങ്ങനെയെന്ന് പറഞ്ഞു പോയി. എന്നാ ഓടിയാലോ? എനിക്ക് വയ്യ. അയ്യോ ചുമ്മാ പറഞ്ഞതാണ്. മനുഷ്യന് നല്ല ജീവൻ പോയി. എനിക്ക് ആരും പട്ടി ഉണ്ടെന്ന് വെച്ചാൽ കത്തിച്ചിട്ടോ. പട്ടി നിക്കടി. എനിക്കിത് കണ്ടിട്ടേ മറ്റേ ഗോൾഫ് കളി പോലെ തോന്നുന്നു. ഇതാ എടിത് ഗോലി കളിയടി. നീ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടടി, പക്ഷെ ഞാൻ അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല. അയ്യേ ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ കളിയാ? ആര് പറഞ്ഞു സിമ്പിൾ കളിയെന്ന്? ഡേ ഇത് നമ്മൾ കുറെ കളിച്ചിട്ടുള്ള തന്നെ കേട്ടാ. എന്നാ ഇപ്പൊ ഒന്ന് കളിച്ചു നോക്ക്. ഡേ ആ ചേച്ചി വെറുതെ സുമ്മാ പറഞ്ഞു, നീ വെറുതെ കയറി പിടിക്കാതെ. ചേച്ചി ഇവിടുന്ന് ചോറക്കാതെ വീട്ടിൽ പോയി വീഡിയോ ഗെയിം എല്ലാം കളി. അത് നമ്മൾ കുഴപ്പമില്ല, ആരും കാണൂല തോറ്റാലും. നമുക്ക് പോയാലോ? കൂടി എടി, അവന്മാർ നമ്മളാക്കിയതാണോ? അമ്മടുത്ത് പോകാൻ പറഞ്ഞു. നമുക്ക് പോവാം. നീ നിക്ക്, നമുക്ക് കോൺഫിഡൻസ് ഇല്ലേ? നമുക്കൊരു കൈ കളിച്ചു നോക്കടി. അവിടെ അടിച്ച് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇങ്ങോട്ടടി. എടി വാടി, നിനക്ക് കോൺഫിഡൻസ് പോയാ? എടി കോൺഫിഡൻസ് കൊണ്ട് ഇതിനപ്പുറം കളി ഞാൻ കളിച്ചിട്ടുണ്ട്. എന്നാ കളിച്ച് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ജയിച്ചിട്ട് ഒരു സ്ലോ മോഷനിൽ നടത്താൻ നടന്ന് കാണിച്ചു കൊടുക്കണം. സ്ലോ മോഷനാ? എന്നാ നമുക്ക് മാച്ച് കളിക്കാം. ഓക്കെ, മാച്ച് കളിക്കാം. എത്ര രൂപയ്ക്ക് കളിക്കും? 200 രൂപയ്ക്ക് കളിക്കാം. ഈ 200 ഒന്നും അല്ല, 500 രൂപയ്ക്ക്. ഓക്കെ, 500 രൂപ. എന്നാ പെട്ടെന്ന് അതിന്റെ റൂൾസ് ഒക്കെ പറയാം. എന്താന്ന് വെച്ചാല് ആദ്യം ഈ ഗോലി പിന്നെ ലാസ്റ്റ് ഒരു സസ്പെൻസ് ഉണ്ട്. അവസാനം മുങ്ങിക്കളിയിൽ രണ്ടെണ്ണോ. എടേ നിന്റെ ഡയലോഗി നിർത്ത്. ഗോലി താടെ. കളിക്കടി, കളിച്ച് കാണിച്ചു കൊടുക്ക്. വാ കുത്തിരി. ഇപ്പം മനസ്സിലായല്ല നമ്മൾ സിമ്പിൾ അല്ലെന്ന്. നിങ്ങളിത് സ്ഥിരം കളിക്കുന്നല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതിന്റെ നാക്ക് ഉണ്ടാവും. ഞങ്ങൾ ആദ്യമായിട്ട് കളിക്കുന്നല്ലേ. മതി നിർത്ത്. ഒരു കാര്യം ചെയ്യാം, തോറ്റേന്റെ സമ്മാനം അങ്ങ് തരാം. എന്തോ സമ്മാനം? ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഒരു സസ്പെൻസ് ഉണ്ടെന്ന്. അത് എന്തോ സസ്പെൻസ്? ആദ്യം നിങ്ങള് കൈ കൊണ്ട് ഇങ്ങനെ വെക്കണം. എവിടെ? തറയില്. ഈ ഗോലി കൊണ്ട് ഇങ്ങനെ ഒറ്റയടി. അപ്പൊ കൈ വേനിക്കില്ലേ? സ്വർഗം കാണും. എന്തൊരു പറച്ചിലാണ്? ആദ്യമേ പറഞ്ഞല്ലേ സസ്പെൻസ് ഉണ്ട്. പൈസ എന്നിട്ട് പോയേച്ചി. കഷ്ടമുണ്ട് കേട്ടാ. എന്തൊരു കഷ്ടമാണിത്. അവളുമാരെ നമ്മളെ തേച്ചളിയാ. കുഴപ്പമില്ലടാ, അവളുമായ വീട് എനിക്കറിയാം. നമുക്ക് പോക്കാം. ഒരു വിധത്തിൽ ഓടി രക്ഷോട്ടെ. ആ ഗോലി അങ്ങനെ കയ്യിലടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലാ? അടിച്ചിരുന്നെങ്കിൽ പയ്യൻ പറഞ്ഞല്ലോ സ്വർഗം കണ്ടേനെ എന്റെ പൊന്നെ. എടി വീടിയാ പട്ടിക്കുട്ടി വന്നേക്കുന്നടി. മൈൻഡ് ചെയ്യാൻ നിക്കണ്ട. ഹായ് ബേബി. നിന്റെ അടുത്തല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? എടി പാവല്ലേ, ഒന്നിലും എത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നേ അവള്. ചുമ്മാ ഇരുന്നേ. യു ഫൂൾസ്, ഈ ഡോറും പൂട്ടിട്ട് നീയൊക്കെ എവിടെ പോയി തെണ്ടാൻ കിടക്കുമായിരുന്നു? ഞാൻ എത്ര സമയത്ത് വെയിറ്റ് ചെയ്യണമെന്നറിയോ? കേട്ടപ്പോ മതിയായില്ല. അതെ, പിന്നെ തെണ്ടി തന്റെ അമ്മായിയപ്പൻ ചുമ്മാ കേറി വന്നോടാ ചൊറിയാൻ നിക്കല്ലേട്ടാ. മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ്. ഇതിന്റെ പേരിലൊക്കെ ചെറാവല്ലേ പ്ലീസ്. വിടി നടന്ന്. പിന്നെ അവള് വന്നവരിവിടെ നമ്മൾ കാവലിരിക്കണോ? ഇവളാരും ഇവിടുത്തെ തമ്പുരാട്ടിയോ?
ആ ജയം വരട്ടെ, ബാക്കിയുള്ളത് ഞാൻ അവന് കൊടുത്തോളാം. എടുത്ത് എനിക്ക് നാണൂല്ല തന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യർ കയറി എടോ പോടോന്ന് വിളിക്കാൻ. അതൊക്കെ എന്റെ ഇഷ്ടം. നീ ആദ്യം പോയി ഡോർ തുറക്ക്. പക്ഷെ താൻ പറയുമ്പോ ഡോർ തുറക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. ഡോർ തുറക്കടി, അവർക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും. തുറക്ക് പോ. ഇനി എടുത്താ ഞാൻ തുറക്കാം. എന്ത് എമർജൻസി? നീ പറഞ്ഞോണ്ട് ഞാൻ തുറക്കാം. കാണുന്നില്ലേ? എവിടെ കൊണ്ട് കളഞ്ഞടി? അവിടെ കളഞ്ഞു വിട്ടുണ്ടാവും. യു ലൂസസ്, കീയും കൊണ്ട് കളഞ്ഞോ? എവിടെയാ കൊണ്ട് കളഞ്ഞെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയി തപ്പി എടുത്തിട്ട് വാ. ഇനി അമ്മ വന്നിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് കയറാം. ജയം വരുന്നതൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തായാലും പോയി നോക്കാനും പറ്റത്തൊന്നുമില്ല. വേണമെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. ഇതിപ്പോ വല്ലാത്ത കഷ്ടമാണല്ലോ. എന്ത് ചെയ്യാനാ, വന്നവരെ വെയിറ്റ് ചെയ്യണം. നീ പാട്ടൊന്ന് നിർത്തോ? ഞാൻ പാടോടോ. എടുത്തേടി അമ്മാവൻ. നിങ്ങളെന്താ വിളിയിരിക്കണേ? അല്ല പപ്പിമോളെ പോന്നേ. ജയൻ ആദ്യം ചെന്നിട്ട് ഡോറ് തീർക്ക്. കഥയൊക്കെ പിന്നെ പറയാം. അല്ല മക്കളെ, നിങ്ങളൊരു താക്കോലുണ്ടായിരുന്നല്ലോ, തുറക്കത്തെന്താ? താക്കോല് ഇവളെ കൊണ്ട് കളഞ്ഞമ്മാവാ. അയ്യോ കളഞ്ഞു പോയാ? മോള് വാ. ഇതിൻ്റെ പേരിലൂടെ വഴക്കായില്ലേ? ചെറുതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പൊന്നു മോളെ, താക്കോലൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കണ്ടേ? ഞാൻ താക്കോല എവിടെയും കൊണ്ട് കളഞ്ഞിട്ടില്ല. നീ കളഞ്ഞു പോയെന്ന് പറഞ്ഞത്? അവള് നമുക്ക് കാണിച്ച മുടക്കേ ഇതൊന്നും കൊടുത്താ പോരാ. എൻ്റെ പൊന്നു മോളെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടാ. സാരില്ല. ഈ കൊച്ചി ഇത് എന്തോന്ന് കാണിക്കണേ സെലിനെ? ഇതൊക്കെ ചെറിയ കോമഡി ഇല്ലേ അമ്മാവേ? കോമഡിയാ? തമ്മി തല്ലി ചാവണാണോ കോമഡി? ഇത് ഏത് നാട്ടിലാ കോമഡി? ജയ, ജയ, കുഞ്ഞേ, എന്ത് കുഞ്ഞേ? ജയ, ഞാനില്ലത്തപ്പോ ഈ റൂമിൽ ആരാ വന്നത്? എൻ്റെ ഷാമ്പു തീർന്നിട്ടുണ്ട്, എൻ്റെ സോപ്പ് തീർന്നിട്ടുണ്ട്. അത് വന്ന് കുഞ്ഞിൻ്റെ കൂട്ടുകാർ വന്നല്ല. കുഞ്ഞിൻ്റെ കൂട്ടുകാർ ഇവിടെ അല്ലേ കിടന്നത്? എൻ്റെ ഏത് കൂട്ടുകാരി? എനിക്കങ്ങനെ ഒരു കൂട്ടുകാരി ഇല്ലല്ലോ. കുഞ്ഞിൻ്റെ കൂട്ടുകാർ ഫോട്ടോ കഴിച്ചത്. ഫോട്ടോ കിട്ടിയില്ലേ? ഫോട്ടോ കഴിച്ചതെന്നല്ല. അതുമല്ല, ആ കൊച്ചു എന്തോ പറഞ്ഞല്ല, ആ കുഞ്ഞിൻ്റെ എക്സ് ആണെന്ന് പറഞ്ഞത്. എന്തോ കുഞ്ഞാ എക്സ് എന്ന് വെച്ചാൽ? എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ കയറ്റി കിടത്തുവോ? അല്ല, അത് പിന്നെ കുഞ്ഞിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറ്റി കിടത്തിയത്. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റ് ചെയ്താ ഐ വിൽ പണിഷ് യു. അയ്യോ കുഞ്ഞ്, ഞാൻ അവിടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല പറഞ്ഞത്, നല്ല ശിക്ഷ തരുമെന്നാ പറഞ്ഞത്. ഓ ആ പിന്നെ വന്നേ. എന്തേ? ഞാനിപ്പോൾ പഴയ പപ്പി അല്ല. എനിക്ക് കുറച്ച് കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അവളുമാരത്തും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. എന്നെ കൊണ്ടാവുന്ന വെറുതെ പുറത്തെടുപ്പിക്കരുതെന്ന്. എന്ത് കഴിവ് കുഞ്ഞ്? മനസ്സുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഞാൻ വിചാരിച്ച ഇനി ഇവിടെ പലതും നടക്കും. കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ട്. യാത്ര കഴിഞ്ഞ് വന്നാലേ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാവും. ജയന് സംശയമുണ്ടോ? ഇല്ല. ഇല്ല, ജയന് സംശയമുണ്ട്. ജയൻ്റെ കണ്ണുകളിൽ അതെനിക്ക് കാണാം. ഇല്ല, സംശയമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകുന്നത് തന്നെ ഈ പവേഴ്സൊക്കെ നേടാൻ വേണ്ടിയാ. യു തെബ്യ പ്രോബ്ലമിയ എന്ന് വെച്ചാ? ജയൻ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിലാണെന്ന്. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? അതങ്ങനെ കുഞ്ഞിനെ അറിയാം? ഞാനിപ്പോൾ ഒരു റഷ്യൻ സോളുമായിട്ട് കൊളാബിലാണ്. ആ സോളാണ് എന്നോട് പറഞ്ഞത് ജയൻ ഏത് സമയം ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ചുമ്മാ പേടിപ്പിക്കാതെ പോവച്ചോ അങ്ങോട്ട്. സൂക്ഷിച്ചാൽ ജയനും കൊള്ളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തോ?
അമ്മാവാ എന്തുറ്റി അമ്മാവാ? ആ പപ്പി മോളെ ആ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു. ആ കേട്ടോ, വയറ് നിറച്ച് കേട്ടോ. നോക്കിങ്ങട് തലയെ കയറ്റി ചുമന്ന് വെച്ച് നടക്കുമല്ലേ. ഇവിടുത്തെ ഓണറിന്റെ ബന്ധുവാന്ന് വെച്ചേ അങ്ങനെ പറയണ കേട്ടോണ്ടിരിക്കണം എന്നൊന്നുമില്ല. നമ്മളോട് ഒരു 2 പറഞ്ഞ ഒരു 4 തിരിച്ചു പറയണം. കഞ്ഞി അമ്മാവൻ. എൻ്റെ പൊന്നു മോളെ, നീ എന്തറിഞ്ഞിട്ട് ഈ പറയണത്? അമ്മാവനെ ചീത്ത പറഞ്ഞ കാര്യമല്ലേ പറയുന്നേ? അതല്ലെന്ന്. പിന്നെ നമ്മുടെ പപ്പി മോക്കെ എന്തൊക്കെ അത്ഭുത കഴിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. മനുഷ്യനെ ചുമ്മാ ചിരിപ്പിക്കാണ്ടിരിക്കും. ആ വിവരമില്ലാത്തവൾക്കല്ല അത്ഭുത കഴിവ് കിട്ടണത്. അമ്മാവൻ്റെ അടുത്ത് ചുമ്മാ തള്ളിയതായിരിക്കും അവള്. സത്യമായിട്ട് ഇത് തള്ളിയതായിട്ട് എനിക്ക് തോന്നിയില്ല. ആ അളിയാ ഞാൻ ഇറങ്ങുവാ. എടി ഒരു മിനിറ്റ് ഇങ്ങൊന്ന്. ഏ അമ്മാവനെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട്. അമ്മ എന്തെന്ന് പറയുന്നു? അതെ, എടി ഞാൻ പറഞ്ഞു കൊടുക്കാം. പറ. എടി അമ്മാവൻ പറയാണേ നമ്മുടെ പപ്പയ്ക്ക് എന്തൊക്കെയോ അത്ഭുത സിദ്ധികളുണ്ടെന്ന്. മീൻസ് കഴിവുകൾ എന്തൊക്കെയോ ഉണ്ട്. എന്തോന്ന് കഴിവ്? അതെ, പപ്പി മോക്കെ ഒരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന്. അതുമല്ലാതെ ഒരാളുടെ തലയിൽ കൈവച്ചിട്ട് അവരെ ഭാവിയൊക്കെ പറയും. ഇതേ കഴിവല്ല, അവക്ക് എവിടെന്നോ കഞ്ചാവ് വെടിയിട്ട് അതും വലിച്ചിട്ട് അമ്മാവനെടുത്തിരുന്ന് പിച്ചിമ്മയും പറഞ്ഞു. ഇത് അങ്ങനെ അല്ലെന്ന്. പിന്നെ ശരി, എന്നാലേ ഈ സോളെന്ന് വെച്ചാൽ എന്താണ്? സോളെന്ന് വെച്ചാൽ ചെരുപ്പിന്റെ അടിഭാഗം. എന്നാ ഈ റഷ്യൻ സോളെന്ന് വെച്ചാൽ എന്താ? റഷ്യൻ സോള് റഷ്യൻ സോളെന്ന് റഷ്യൻ ഷൂസിന്റെ അടിഭാഗം. അതങ്ങനെ ശരിയാവും? ഈ ചെരുപ്പൊക്കെ എങ്ങനെ സംസാരിക്കും? സംസാരിക്കുന്ന സോളാണോ ഉദ്ദേശിച്ചേ? ആ അത് ആത്മാവാണ് അമ്മാവാ. ആണാ? ആ അപ്പൊ ശരി തന്നെ. പപ്പിമോക്കെ ഇപ്പോൾ ഒരു ആത്മാവിനെ കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് എനിക്കിന്ന് എന്തോ അപകടം പറ്റുമെന്നും പറഞ്ഞു. തന്നെ അവളെ വിളിച്ച കൂടെ വരാനായിട്ട് ആത്മാവളെ ക്ലാസ്മേറ്റ് ആണല്ലോ. എന്റെ പൊന്നമ്മ, അമ്മാനല്ലാണ്ട് ഇത് ആരെങ്കിലും വിശ്വസിക്കോ? അതെ, നീ കളിയാക്കല്ലേ. പപ്പിമോളെ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോണത് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ്, അറിയാമോ? അതുമല്ലാതെ അന്നൊരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചേ ഇവിടെ ദുർമന്ത്രവാദികൾ ആരെങ്കിലും ഉണ്ടാവുമെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ ഇത് വിശ്വസിക്കും. അമ്മാവൻ ഇതൊക്കെ വിശ്വസിച്ചോണ്ടിരുന്നോ? എനിക്ക് പോകാൻ സമയം, ഞാൻ പോണ അളിയാ, ഞാൻ പോണേ അളിയാ. പറഞ്ഞ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാതെ പോണത്. അമ്മാവാ, എന്ത്? അഥവാ പപ്പി പറഞ്ഞ പോലെ അമ്മാവന് വല്ല അപകടവും പറ്റി അമ്മാവൻ വല്ല ആത്മാവ് ആവുകയാണെങ്കിലേ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് സാധിച്ചു തരുമോ? അതൊക്കെ വായിച്ചതാ. കൊള്ളാലോ നിന്റെ പൂതി. ഈടാ മാറിക്കോട്ടെ. അമ്മാവാ, തെങ്ങിന്റെ അടിയിലൊന്നും പോയി നിൽക്കണ്ട, തേങ്ങ വീഴും. ഓ കുറച്ച് ദിവസം തന്നെ കാണണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തൻ്റെ ശല്യം തീർന്നു കാണുമെന്ന്. അല്ല, എന്ത് ശല്യം? തനിക്ക് എന്നെ അറിയാവോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? ഓഹോ, പുതിയ നമ്പറായിട്ട് ഇറങ്ങിയേക്കുവാണല്ലേ? നമ്പറാ? എന്തൊരു നമ്പർ? ഫോൺ നമ്പറാ? അതാ പാൻ നമ്പറാ? അല്ല, സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതെ, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ ഒട്ടും സമയമില്ല. താനിപ്പോൾ എന്തിനാ എൻ്റെ വണ്ടി കൈ കാണിച്ചത്? ആര് കാണിച്ച്? എടാ, ഞാൻ തൻ്റെ വണ്ടിക്കല്ല കാണിച്ചത്, തൻ്റെ ബാക്കിൽ നിന്ന് വന്നില്ലേ ആ വണ്ടിക്കാ കൈ കാണിച്ചത്. തൻ്റെ അടുത്ത് നിർത്താൻ ഞാൻ പറഞ്ഞു. ശരി, അപ്പോൾ പിന്നെ ഞാൻ പോട്ടെ. ആ ഓ ഓക്കെ. ഓ എൻ്റെ സമയം കളയാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. ആ സ്റ്റാർട്ടാവടാ. താനെന്തിനിപ്പോൾ ചിരിച്ചേ? വണ്ടിയുടെ പണി ഇതുവരെ ഒന്നും കഴിഞ്ഞില്ല അല്ലേ? അതിനിത് എൻ്റെ വണ്ടിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അല്ല, അത് കണ്ടപ്പോൾ മനസ്സിലായി തൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കും. അപ്പോൾ ഫ്രണ്ടിൻ്റെ വണ്ടിയായിട്ട് വന്ന് അതല്ലേ? ഓഹോ, അപ്പോൾ എൻ്റെ മുന്നിൽ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. അല്ല, ഞാൻ എന്തിനു മുന്നിൽ വരണം? എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ മുമ്പ് ഞാൻ വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞത് സാധനവും. അതെ, ഈ സെൽഫ് റെസ്പെക്ട് ഉള്ള ആൾ കൈയെടുത്തേ. എടുക്ക്, മാറി. അതെ, ഏയ് എൻ്റെ കല്യാണം ഉറപ്പിച്ച്. ആണോ? കൺഗ്രാറ്റ്സ്. അതല്ല, ബാക്കി പറയാനുണ്ട്. എന്ത്? അല്ല, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് വധു. ആണോ? വെരി ഗുഡ്. ആണല്ലേ? ആ കുട്ടിയെ കാണാൻ തന്നെക്കാളും നല്ല സുന്ദരിയാ. അല്ല, ഇതൊക്കെ താൻ എന്തിനാ എന്നോട് പറയുന്നേ? അല്ല, തനിക്ക് കുറച്ച് വിഷമാവാൻ. എനിക്കെന്ത് വിഷമം വരാനായിട്ട്? ഒട്ടുമില്ല. ഒട്ടുമില്ല. പിന്നെ കല്യാണത്തിന് സദ്യയാണോ അതോ മട്ടൻ ബിരിയാണിയാണോ? കല്യാണത്തിനെ സദ്യയാണോ മട്ടൻ ബിരിയാണിയാണോ? എൻ്റെ കല്യാണം അത്
പ്രോപ്പറാ തീരുമാനിച്ചിട്ടില്ല. എന്തോന്ന് കല്യാണോ? അല്ല, മട്ടനാണോ അത് സദ്യയാണോ? അവൻ പറയും കേട്ടോ, കാരണം കുറേ ദിവസം ഞാൻ ഈ കല്യാണത്തിന് പോയിട്ട് ഈ സദ്യയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടെ. അല്ല, അതാണ് നമ്പർ. അല്ല, തന്റെ ഫോണിങ്ങടുത്ത്. അതങ്ങനെ ഞാൻ ആർക്കും കൊടുക്കാറില്ല. പ്രൈവസി. എന്തോന്ന് പ്രൈവസി? എൻ്റെ പ്രൈവസി. നീ നോക്കട്ടെ താ. അതായത് ഒരുപാട് അകത്ത് കയറി നോക്കണ്ട. അതെ, ഈ ഫോട്ടോ എടുത്ത് മാറ്റിയേക്ക്. ഇല്ലെങ്കിൽ തൻ്റെ ഭാവി വധു ഇത് കാണുമ്പോഴേ അവൾക്കങ്ങ് വിഷമാവും കേട്ടാ. ഇത് വെച്ചേക്ക്. ശരി. അപ്പം എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. അമ്മാവ, പപ്പിയുടെ പ്രവചനം വല്ലതും വലിച്ചോ അമ്മാവ? എന്തു പറ്റി? എന്താടി ചേച്ചിയെ, സിസേ, എവിടെ പോണ്? നീ വാ, കാശെടു. ഏത് കാശ്? മറന്നാ? ഗോലി കളിച്ച ബെറ്റ് വെച്ച കാശ് 500. 500 രൂപയെ? അയ്യോ, ഞങ്ങൾ തമാശക്ക് കളിച്ചതല്ലേ, നിങ്ങൾ അപ്പോഴത്തേക്ക് സീരിയസ് ആക്കി എടുത്തോ കൊച്ചു കള്ളന്മാര്. സിസ് കൂടുതൽ കോമഡി പറയാതെ അകത്ത് പൈസ എടുത്തിട്ടോ, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിങ്ങൾക്ക് പണിയെങ്കിലും ഇല്ലേടെ? എനിക്ക് പണി പോലും ഇല്ലാണ്ട് ചുമ്മാ വീട്ടിൽ കുത്തിരിക്കുക. 500ന്റെ നോട്ട് കണ്ടിട്ടാണ് ഞാൻ 2 ആഴ്ചയായി. പ്ലീസ് ചതിക്കല്ലേ. 400 മതി. എൻ്റെ 400 എടുക്കാനില്ലടേ. എന്ത് വർത്തന്നെ ചേച്ചി പറയണ? കാശ് തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് ഒരുമാതിരി. നീയൊക്കെ എന്ത് ഇവിടെ? മാമ, ഈ ചേച്ചി നമ്മളെന്ന് ബെറ്റ് വെച്ച് തോച്ചൊരു പൈസ തരുന്നുണ്ട്, 500 രൂപ. അത് വാങ്ങാൻ വന്നു. ബെറ്റ് വെച്ച് തോറ്റ പൈസ? ഏത് 500 രൂപ? എൻ്റെ അമ്മാവ, ഞങ്ങൾ ഓടാൻ പോയപ്പോൾ അവിടെ ഇവന്മാർ കളിക്കണുണ്ട്. നീയൊക്കെ ആള് കൊള്ളാലാടേ. കളിക്കാരനോടാത്ത പിള്ളേരെ വിളിച്ച് കളിപ്പിച്ചിട്ട് തോപ്പിച്ച് പൈസ വാങ്ങിക്കണ. എൻ്റെ ഒന്നുമ്മ അങ്ങനെയല്ല. മിണ്ടാ കളിച്ചോണ്ടിരുന്ന നമ്മളെ വിളിച്ച് കളി അറിയാം, പ്രോയാണ്, ബെറ്റ് വയ്യാം, പൈസ തരാം, 500 തരാം നമ്മളത് പറഞ്ഞിട്ട് കളിച്ച് തോറ്റിട്ട് പൈസ തരാൻ പറഞ്ഞാൽ മുങ്ങി. എടാ, അത് തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്. കളിക്കാൻ അറിയാവുന്ന ആളുടെ കൂടെ കളിക്കണം, മനസ്സിലായാ? അതാ കൊച്ചു പിള്ളേരോടല്ല കളിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. മാമൻ വാ, കളി നമ്മളോടാ. മാമൻ ജയിച്ചാ 500 രൂപ ക്യാൻസൽ. വേണ്ട ആണേ, പൈസ വേണ്ടല്ലോ. എന്നാപ്പോ ഈ കുഴി എടുത്തിട്. ശരി, അങ്ങ് വരുമോ? പിന്നെ വരാതെ കുഴി എടുത്തിടാ. ഇന്ന് നിന്റെയൊക്കെ മുട്ട അടിച്ച് പൊട്ടിച്ചിട്ടുള്ള കാര്യം. പോ, എങ്ങനെയാണ് കളിക്കണമെന്ന് കാണിച്ചു തരാം. ശരി എന്നാ. അമ്മാവ, അമ്മാർ എക്സ്പേർട്ടാണ്. വാ മോളെ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. വാ. അടിക്കല്ലടേ, അടിക്കല്ലടേ, കൈവലിക്കല് കൈവലിക്കല്. അടിക്കല്ലടേ, ഞാൻ പോണേണ്. അടിക്കല്ലടേ. അമ്മാവനെ കളിക്കാറില്ലേ, പിന്നെ എന്തിനാ ഇവന്മാരുടെ അടുത്ത് ഇത് വെക്കാൻ പോയത്? എന്നാലും ഒരു മയല്ലാണ്ടവന്മാരെ അടിച്ചളഞ്ഞല്ലോ അമ്മാവാ. അടിക്കുക മാത്രല്ലടി, 400 രൂപയെ വാങ്ങിച്ചുകൊണ്ട് പോയി അവന്മാര്. വൃത്തികുട്ടന്മാര്. പപ്പി കുഞ്ഞ് പറഞ്ഞതുപോലെ നടന്നല്ലോ. നോക്കട്ടെ അമ്മാവാ.